നമ്മളിതാ പറശ്ശിനിയിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ കണ്ടു കാണിക്കാൻ പോയതാണ്. അപ്പോൾ എന്തായാലും കുളിച്ചൊരുങ്ങി പോയതല്ലേ, അപ്പോൾ പറശ്ശിനിക്കും കൂടെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് നേരെ പറശ്ശിനിക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് എല്ലാം നടന്ന് കാണാനൊക്കെ പറ്റി കേട്ടോ. നമുക്ക് മുത്തപ്പൻ്റെ അവിടെ ഒരു കുറേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റി കേട്ടോ. പോയ പാടെ അവിടെ ചായ കുടിച്ചു. ചായയും അവിടുത്തെ അംശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പയറുണ്ടല്ലോ, പയർ പുഴുങ്ങിയതും പിന്നെ തേങ്ങയും പിന്നെ ഒരു ചായയും കിട്ടും കേട്ടോ. അതാണ്. അപ്പം ഞാൻ വീട്ടിലേക്കും എല്ലാവർക്കും കൂടെ വാങ്ങി ഒന്ന് പൊതിഞ്ഞ് കെട്ടി എടുത്ത് വെച്ചു കേട്ടോ. എന്തായാലും പോയതല്ലേ, അപ്പോൾ വീട്ടിലേക്കും കൊണ്ടുവരാൻ എത്തിയിട്ട്. ഇതാണ് പറശ്ശിനിക്കടവിൻ്റെ എല്ലാ വഴിപാടുകളുടെയും ഒരു സംഖ്യ, എന്താണ് എത്രയാണ് പൈസ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിനേക്കാളും മുന്നേ നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ മീൻ പിടിക്കണ്. അവിടെ കടവുണ്ടല്ലോ, അവിടെ മീൻ പിടിക്കണം. ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഇന്ന് ബന്ധായതുകൊണ്ട് മാത്രം. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിക്കും തിരക്കാണ് എപ്പോൾ പോയാലും. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് എന്താ പറയുക, അങ്ങനെ തിരക്കൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കല, ആരുടെയോ ഒരു കുളത്തിൽ കുടുങ്ങിയിട്ട് കേട്ടോ. നല്ല വലിയ മീനായിരുന്നു. ഞാൻ അത് പെട്ടെന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അത് ചാടുന്നത് കണ്ടായിരുന്നു കേട്ടോ. വലിയൊരു അവിടെ വേറെ എന്തോ മീനിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മൾ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു കളറായിരുന്നു വലിയ മീൻ. പക്ഷെ അത് കൊളുത്ത് പൊട്ടിയിട്ട് അത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആകെ വിഷമമായി എല്ലാവർക്കും. പിന്നെ ചെക്കൻ അവിടുത്തെ കൊട്ടും പാട്ടും കേട്ടിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ. എന്താ അത്? അയനാസ് കാജ. ഒരാളിവിടെ മീൻ പിടിക്കുന്ന കാര്യം ചോദിച്ചോണ്ടിരിക്കല ഗൈസ്. പറശ്ശിനിക്കടവ് വന്നിട്ട് ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമോ? നല്ലൊരു വലിയ മീനായിരുന്നു കേട്ടോ പോയത്. പൊട്ടിപ്പോയി. പക്ഷെ ആരും ഇല്ലാണ്ട് വരാട്ടോ, സുഖമായിട്ട്. ഫുഡും ഉണ്ടാവില്ല, പക്ഷെ ചായ ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ പറ. ഇത് രസാലേ കാണാനായിട്ട്, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് പറശ്ശിനി നമ്മൾ തിരിച്ചു പോകാനാണ്. നീലന്റെ ഫുഡ് തീറ്റ കഴിഞ്ഞിട്ടുള്ള ഫുഡ് തിന്നാൻ പോവാണ്. അച്ഛൻ വണ്ടി തിരിക്കട്ടെ, വണ്ടി തിരിച്ചിട്ട് അച്ഛൻ തരുവേ, കയറട്ടെ. അപ്പം ടാറ്റ പറയൂ. നമ്മൾ പറശ്ശിനിക്കടവിൽ നിന്ന് പോവാണ് കേട്ടോ. വീട്ടിൽ എടുക്കും, എന്നിട്ട് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഗായ്സ്. രസാലേ കാണാനായിട്ട്. കമ്പിളി ചേച്ചിയാ. ഇവനൊരു ചിട്ടി കാർട്ടും കാണാറുണ്ട്, അതിലെ ചേച്ചിയാണ് കൺമണി ചേച്ചി ഗായ്സ്. പിന്നെ കൺമണി ചേച്ചിയുടെ ഭയങ്കര